ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്നത് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. നമ്മൾ മുന്നേ ഉടുപ്പൊക്കെ അടിച്ച ക്ലോത്ത് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ ചെറിയ കുട്ടികളെ നൈറ്റി ഉണ്ടല്ലോ, ഇപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ നിങ്ങൾ ഗൾഫിലൊക്കെ കൊണ്ടുവന്നു വരുന്നതും അതിൽ നാട്ടിൽ നിന്നായാലും കുഞ്ഞു കുട്ടികളൊക്കെ നൈറ്റി ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതൊരു 5 വയസ്സുള്ള കുട്ടീൻ്റെ നൈറ്റിയാണ്. ഒരു 4.5, 5, 6 വയസ്സ് വരെയുള്ള കുട്ടീൻ്റെ നൈറ്റിയാണ് ഞാൻ അടിക്കാൻ പോകുന്നത്. അതിൻ്റെ അളവും കാര്യങ്ങളും ഡീറ്റെയിലും ഒക്കെയാണ് ഞാൻ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് അതിനാണ് നമുക്ക് വേണ്ടത്. നൈറ്റീൻ്റെ മേലത്തെ ഭാഗം വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടൈപ്പ് നൈറ്റി അടിക്കുന്നുണ്ട്. ഒന്ന് കൈ വെച്ചിട്ടുള്ള നൈറ്റിയും ഒന്ന് കൈ വെക്കാതെ നമ്മളെ ബെൽറ്റ് പോലെ കൊടുക്കുന്ന നൈറ്റി ഉണ്ടല്ലോ. 2 രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് കൈ വെച്ചിട്ടുള്ള നൈറ്റി കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ക്ലോത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കുക, ഇങ്ങനെ മടക്കിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മടക്കാം. അപ്പം ലെങ്ത് എത്ര എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ലെങ്ത് വരുന്നത് 11.5 ലെങ്ത് വരുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 10 വണ്ണം വരുന്നത്. നമുക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൽ നമുക്ക് കഴുത്തും ഷോൾഡറും കൈക്കുകയും ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ 4 മടക്കാക്കിയിട്ട് ഞാനിത് തുണി മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കഴുത്ത്, ഷോൾഡർ, കൈക്കുയും ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ കഴുത്തിൻ്റെ അളവ് വരുന്നത് 2.4. നൈറ്റി ആയതുകൊണ്ട് തന്നെ അധികം ടൈറ്റിലൊന്നും വേണ്ട, കുറച്ച് ലൂസിലാകുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ്. അതേപോലെ തന്നെ ഷോൾഡർ ഞാനിവിടെ എടുക്കുന്നത് 3.4. ആം ഹോൾ ഞാനിവിടെ എടുക്കുന്നത് 5.5 ഞാൻ എടുക്കുന്നത്. ഈ ഒരു രീതിയിൽ സ്ക്വയർ ആക്കിയിട്ട് എടുക്കുക. ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ എടുത്തത് 2.4. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 3.4. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ എടുത്തത് 5.5. ഇത് ഞാൻ എന്നിട്ട് സ്ക്വയർ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ, പിന്നെ പ്രത്യേകിച്ച് നൈറ്റും ആയതുകൊണ്ട് അധികം ഷേപ്പ് ആക്കണമെന്നില്ല. ജസ്റ്റ് ഈ ഒരു റൗണ്ടിൽ ഇങ്ങനെ ആക്കി എടുക്കാം. എന്നിട്ട് നമുക്കിത് ഈ ആം ഹോൾ കട്ട് ചെയ്തെടുക്കാം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു 4.5, 5, 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റിയ നൈറ്റിയാണിത്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ആം ഹോൾ കട്ട് ചെയ്തെടുക്കാം. ഇത് ഫ്രണ്ട് ഭാഗം ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നാൽ നമുക്ക് ഫ്രണ്ടും ബാക്കായിട്ട് കിട്ടും. എന്നിട്ട് എന്താക്കാം, നമുക്ക് കഴുത്തും അതേപോലെ ബാക്ക് കഴുത്തും നെക്കിൻ്റെ കഴുത്തും കൈയൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റിന് നമുക്ക് നെക്ക് അടയാളപ്പെടുത്താം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 2.4 ഇവിടെ അടയാളപ്പെടുത്താം. ഫ്രണ്ടിലും ബാക്കിലും സെയിം അളവാണ്. ഫ്രണ്ട് നെക്കിൻ്റെ അളവ് വേണ്ടത് 4. 4 ഇഞ്ചിൽ ഇവിടെ അടയാളപ്പെടുത്താം. ലെങ്ത് ആണ് 4. വിടുത്ത് ഞാൻ ഫ്രണ്ടിലും ബാക്കിലും 2.4 വരുന്നത്. എന്നിട്ട് എന്താക്കുക, ഈ ഒരു രീതിയിൽ 2.4 ഇവിടെയും നോക്കിയിട്ട് സ്ക്വയർ ആക്കിയിട്ടാണ് നമുക്ക് കിട്ടുക. അത് നമുക്ക് റൗണ്ട് ആക്കിയിട്ട് എടുക്കണം. ഈ ഒരു രീതിയിൽ റൗണ്ട് ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ തന്നെ നമുക്ക് ബാക്ക് നെക്കും കട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ ക്രോസ് പീസാണ് ഇതിന് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക് നെക്കും ഇതിൽ കട്ട് ചെയ്യാം. ബാക്ക് നെക്ക് 2.5 എടുക്കുന്നത്. 2.5 എടുക്കുമ്പം ഇവിടെ ഇങ്ങനെ സ്ക്വയർ ആക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണിത്. ഈ ഒരു രീതിയിൽ ഇവിടെ റൗണ്ടിൽ വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ടും ബാക്കും കൂടെ ഒരുമിച്ച് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. നെക്ക് ഫ്രണ്ടും ബാക്കും കൂടെ ഒരുമിച്ച് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്ക് ഭാഗം ഒഴിവാക്കുക. എന്നിട്ട് ഫ്രണ്ട് ഭാഗം ഒരുമിച്ചിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് ബാക്ക് ഭാഗം ഞാൻ 2.5 കട്ട് ചെയ്തെടുത്തു. ഫ്രണ്ട് ഭാഗം ഇതാ 4 ഞാൻ ലെങ്ത്ത് കൊടുത്തത്. അതും ഞാനിത് റൗണ്ടിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗം ബാക്ക് ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇതിന് കൈ കട്ട് ചെയ്യണം. കൈ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലോത്ത് എടുക്കാം. കുഞ്ഞി കൈയാണ് വേണ്ടു. ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ നൈറ്റീവ് ആണല്ലോ, അപ്പോൾ അതിന് ചെറിയ കൈ മതി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൈ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കൈ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 4 മടക്കിൽ പീസ് വേണം. ഞാൻ ഇത് 2 മടക്ക് മടക്കി, അതേപോലെ ഇങ്ങോട്ടേക്കും മടക്കി ഈ ഒരു രീതിയിൽ ആണ് എടുക്കുന്നത്. കൈ അത്ര ലെങ്ത്ത് വേണ്ടാത്തത് കൊണ്ട് ഞാൻ കൈൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത് 5. 5 ഞാൻ ലെങ്ത്ത് കൊടുത്തിട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അതേപോലെ 9 ഉള്ളത്. എന്ന് വെച്ചാൽ 5.5 നമ്മൾ കൈക്കോയി എടുത്തത്. അതുകൊണ്ട് തന്നെ ഇത് 9 ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പീസ് മാത്രം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി കട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത് കൈ റെഡി ആയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ വലിയ ആൾക്കാരൊക്കെ ആകുമ്പോൾ നമ്മൾ 3 ഇഞ്ചിലാണ് ചെയ്യുക. ഇത് ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ 2 മതി. എന്നിട്ട് എന്താക്കാം, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെയും അടയാളപ്പെടുത്താം. ഇതാണ് കൈ വരുന്നത്. കൈയുടെ 4 ഭാഗമാക്കിയിട്ട് മടക്കിയിട്ടുണ്ട്.
ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 9 എടുത്തത്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 5 അളവ്, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2 ഞാൻ എടുത്തത്. നമ്മൾ ചുരിദാറൊക്കെ ചെയ്യുമ്പോൾ വലിയ ആൾക്കാർ ഇതൊക്കെ 3 നമ്മൾ ചെയ്യാറ്. ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ, പിന്നെ പ്രത്യേകിച്ച് നൈറ്റും ആണല്ലോ, കുറച്ച് ലൂസിൽ വേണ്ടതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2 ഞാൻ എടുത്തത്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരഞ്ഞു, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും വരഞ്ഞു. ഇത് എങ്ങനെ കട്ട് ചെയ്യുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇവിടുന്ന് ആ ഒരു അറ്റം വരെ കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്കിതാ ഇവിടെയും കട്ട് ചെയ്തെടുക്കാം. കൈ കട്ടിയിട്ടുണ്ട്. കൈ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ മടക്ക് ഭാഗം എപ്പോഴും ഇങ്ങനെ രീതിയിൽ വരണം. ഇവിടെ ഒരിക്കലും കട്ട് ചെയ്ത് പോകാൻ പാടില്ല. ഈ മടക്ക് ഭാഗം വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ നമ്മളിത് ഈ കൈയിൻ്റെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ വരുന്ന ഈ ഒരു മടക്ക് ഭാഗമാണിത്. അപ്പം ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കട്ട് ചെയ്ത് പോകാൻ പാടില്ല. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്യുക, ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടും. ഇവിടെ നമ്മൾ മടക്കി അടിച്ചിട്ട് ഇവിടെയാണ് നമ്മൾ കൈ വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക. അപ്പം എങ്ങനെയാണ് കൈ വരുന്നത്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കഴുത്തിന് വെക്കാൻ വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ് വേണം, അത് കട്ട് ചെയ്തെടുക്കണം. അതേപോലെ താഴത്തേക്കുള്ള പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം. ഫസ്റ്റത്തിന് ഞാൻ കട്ട് ചെയ്യുന്നത് താഴത്തെ പീസാണ്. മേലത്തെ ഭാഗത്തെ പീസ് കൈയും അതേപോലെ മേലത്തെ ഭാഗം ഫ്രണ്ടും ബാക്കും ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ താഴെ ഭാഗം വേണമല്ലോ. നൈറ്റ് ആയതുകൊണ്ട് തന്നെ വലിയ ചുരുക്കൊന്നും വേണ്ട, കുഞ്ഞു ചുരുക്കം മതി. പിന്നെ പ്രത്യേകിച്ച് കുട്ടിയൊക്കെ ആയതുകൊണ്ട് തന്നെ വലിയ ആളിടുന്ന അത്ര ലെങ്ത്തിലൊന്നും വേണ്ട, കുറച്ച് ലെങ്ത് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു രീതിയിലാണ് ഇപ്പം നൈറ്റൊക്കെ ഞാൻ ചെറിയ കുട്ടികളിട്ടിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. 21 അളവ് വരുന്നത്. താഴത്തെ ലെങ്ത്തിൻ്റെ അളവ് ഞാൻ എടുത്തത് 21. അതുപോലെ വണ്ണം കൊടുക്കുന്നത് ഞാൻ ഷേപ്പിൽ 7 ഷേപ്പാണ് എടുത്തത്. നമ്മൾ ചുരിദാർ പോലെ ടൈറ്റ് ആക്കിയില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ലൂസിലാണ് ചെയ്യുക. അപ്പം നമ്മൾ എന്താക്കണം, ഈ ഒരു 2 മടക്കാക്കിയിട്ട് 28 അളവ് എടുക്കുക. 28 എന്ന് പറയുമ്പോൾ 2 മടക്കാക്കിയിട്ട് കിട്ടുമ്പോൾ 28 ഇവിടെ വന്നിട്ടുണ്ട്. ഇത്ര മതി. കുഞ്ഞു കുഞ്ഞു ചുരുക്ക് കൊടുക്കുമ്പോൾ അത് ഞാൻ ചുരുക്കിടുന്നത് എങ്ങനെയാണെന്നുള്ളത് സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇതാ 28 ഞാൻ ഈ പീസ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 28 അളവിൽ ഞാൻ വരഞ്ഞിട്ടുണ്ട്. ഈ പീസ് ഇവിടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. താഴെ ഭാഗം ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ കുറച്ചും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ വെച്ച് കാണിച്ചു തരാം. ഇത് എങ്ങനെയാണ് നമ്മൾ പ്ലീറ്റ് ഇട്ടാൽ വരിക. അത് ഞാനിത് ഈ പീസ് ഇവിടുന്ന് ഞാൻ പറഞ്ഞു 10 എടുത്തതെന്നുള്ളത്. പക്ഷേ നമുക്ക് അത്രയൊന്നും വേണ്ട വരില്ല, ഒരു 7 മതി. നമുക്ക് ഇത്രയും ചുരുക്കിടാനുണ്ടാവും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കുഞ്ഞ് ചുരുക്കിടുക എന്നുള്ളത് നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണാം എങ്ങനെയാണെന്നുള്ളത്. ഇനി വേറൊരു നൈറ്റിയും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ നമുക്ക് കട്ട് ചെയ്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ കൈ വെച്ച് നൈറ്റി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഫ്രണ്ട് ഭാഗം അതേപോലെ ബാക്ക് ഭാഗം, ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും നെക്കും അതേപോലെ തന്നെ അതിൻ്റെ കൈയും അതിൻ്റെ താഴത്തെ പീസും ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കൈയുള്ള നൈറ്റിയാണ് ഇത് ഞാൻ കട്ട് ചെയ്തത്. ഇനി കൈ ഇല്ലാത്ത നൈറ്റിയും കൂടെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 നൈറ്റിയാന്നുള്ളത്. ഒരു നൈറ്റ് ഞാൻ കട്ട് ചെയ്തു കൈയുള്ളത്. ഇനി കൈ ഇല്ലാത്ത നൈറ്റ് കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പീസ് ഞാൻ ഫസ്റ്റ് തന്നെ ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മടക്കുക. ഇതിൻ്റെ വണ്ണം അതേപോലെ നീളം എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇങ്ങോട്ടൊക്കെ വണ്ണം 8 ഞാൻ എടുത്തത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ ഇല്ലാത്തതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് 8 മതി. പിന്നെ ലെങ്ത് വേണ്ടത് 10. ഈ ഒരു രീതിയിൽ 10 ഞാൻ കറക്റ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൈ ഇല്ലാത്ത നൈറ്റി ആകുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ സെയിം 2 പീസ് വേണം. അപ്പോൾ എന്താക്കണം, ഇതേപോലെ തന്നെ ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നോക്കാം നമുക്ക് ബാക്കി. ഇതേപോലെ 2 പീസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 10 അളവിലുള്ള ഒരു പീസും അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 10 അളവിലുള്ള ഒരു പീസുമാണ് എടുത്തത്. ഇങ്ങനെ എടുത്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ രീതിയിൽ ഈ ഒരു പീസ് മാത്രം മതിയല്ലോ. ഇത് കൈ വെക്കുമ്പോൾ നമുക്ക് ഈ ഒരു പീസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കൈ വെക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ഇതിൽ തന്നെ 2 പീസ് വേണം. നമ്മൾ ഓൾറെഡി ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൈ ഇല്ലാത്ത ഉടുപ്പായത് കൊണ്ട് തന്നെ ഇത് വെച്ചിട്ട് മറിച്ചിടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതി ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മളിത് അടയാളപ്പെടുത്തുന്ന നേരം നമുക്ക് ഇവിടെ കൈ മാത്രം മതിയല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നെക്കും ഷോൾഡറൊന്നും ആവശ്യമില്ല. പക്ഷെ നമുക്കിത് കൈ ഇവിടെ എത്തുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവേണ്ടത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ 2.25 അടയാളപ്പെടുത്തുന്നുണ്ട് നെക്ക്. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3.25 ഷോൾഡറിന്നും എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത് ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 5.5 ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഇങ്ങനെ അടയാളപ്പെടുത്തുന്നുണ്ട്. നമുക്ക് അമ്മഹോളിന് ഇതിൽ വരയ്ക്കണ്ട. ഞാൻ ഈ ഒരു രീതിയിൽ വെക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ മനസ്സിലാവണം. പെട്ടെന്ന് നമ്മൾ ഈ ഒരു അളവെടുക്കുമ്പം അത്ര പെർഫെക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ ഇതാവുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. അതുകൊണ്ടാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 2.25 ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 3.25. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. ഷോൾഡറിൻ്റെ ഇത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഷോൾഡർ കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് തന്നെ ഈ ഷോൾഡർ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാലാണ് കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാവുക.
ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കഴുത്തും അതേപോലെ ഷോൾഡറും ആംഹോളിൻ്റെ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി കൈ ഇല്ലാത്തതാണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു 2.25 ഇവിടെ അടയാളപ്പെടുത്താം. 2.25 ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പീസ് കട്ട് ചെയ്തെടുക്കണം. ഈ പീസ് കട്ട് ചെയ്തെടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈ ഒരു എന്താ പറയുക കട്ട് ചെയ്തെടുക്കാൻ മതി. ഈ ഒരു പീസ് ഇവിടെ കട്ട് ചെയ്തെടുക്കാം. കൈ ഒരു ബെൽറ്റ് പോലെ ഉണ്ടല്ലോ, എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചിരുതാം. ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇതിങ്ങനെ മടക്കി അടിക്കണം. ഞാനൊരു ഏകദേശ അളവിൽ പറഞ്ഞിരുന്നതാണിതാ. ഇങ്ങനെ മടക്കിയിട്ട് ഈ ഒരു രീതിയിൽ നമ്മളിവിടെ ബെൽറ്റ് പോലെ വെച്ച് കൊടുക്കുമല്ലോ. അപ്പോൾ ഇതാണ് നമ്മളെ കൈൻ്റെത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് 2 ഇഞ്ചിൽ ഇത് കട്ട് ചെയ്തിട്ടുണ്ട് പീസ്. ഇതേപോലെ തന്നെ ഈ പീസും കട്ട് ചെയ്തെടുക്കാം. 2 പീസ് ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ളത് ഞാൻ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതിങ്ങനെ നിവർത്തി വെക്കുമ്പം ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. നമുക്കിവിടെ കൈക്കും ഈ ഒരു രീതിയിൽ തന്നെ നമുക്കിവിടെ വേണം. പിന്നെ നമ്മൾ ചെയ്യുന്ന പീസ് ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഇവിടെ ഉള്ളിലേക്ക് കൊടുത്തിട്ട് നമ്മൾ തിരിച്ചിടുക ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഒറ്റ പീസാകുമ്പോൾ നമുക്കത് ഇത്ര ഒരു പെർഫെക്ഷനിൽ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ 2 തുണി എടുത്തത്. നമ്മൾ സ്റ്റിച്ചിങ്ങിനെ ചെയ്ത് കൊടുത്തിട്ട് ഉള്ളിലേക്കാക്കി മറിച്ചിട്ടാൽ മതി. അപ്പം കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അത് സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ കുറച്ചും കൂടെ നല്ല രീതിയിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പം കൈയില്ലാത്ത ഉടുപ്പിന് വേണ്ടിയിട്ടുള്ള മേൽഭാഗം ഇങ്ങനെയാണ് കട്ട് ചെയ്ത് ഞാൻ എടുത്തത്. ഇനി ഇതിൻ്റെ താഴ്ഭാഗം എങ്ങനെയാണെന്നുള്ളത് നോക്കാം നമുക്ക്. ഇത് ഞാൻ നിവർത്തി വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തന്നതാണ്. ഇതിവിടെ വെച്ചിട്ട് ഇതിൻ്റെ മറ്റേ പീസാണ്. ഇത് ഒരിക്കലും ഞെക്കാന്ന് വിചാരിക്കരുത്. ഇതിൻ്റെ മറ്റേ പീസാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 പീസ് വേണം കൈയില്ലാതെ ഉടുപ്പിന് ചെയ്യാൻ വേണ്ടിയിട്ട്. 2 പീസ് നമുക്ക് ഫ്രണ്ട് ഭാഗത്തിനേക്ക് വേണം. അതേപോലെ തന്നെ 2 പീസ് നമുക്ക് ബാക്ക് ഭാഗത്തേക്കും വേണം. എന്നിട്ടാണ് നമ്മൾ ഈ ബെൽറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സ്റ്റിച്ചിങ് വീട്ടിൽ കാണിക്കാന്നുള്ളത്. ഇതിൻ്റെ താഴെ ഭാഗം നോക്കാം നമുക്ക്. എനിക്ക് ലാസ്റ്റ് ബാക്കി വന്ന തുണി ഈ ഒരു തുണിയും കൂടി ഉണ്ട്. ഇത് നമുക്ക് ക്രോസ് പീസും കൂടെ കൊടുക്കണം. അപ്പം ഞാൻ 4 മീറ്റർ തുണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഉടുപ്പടിക്കാനും എന്തെങ്കിലും അടിക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. അത് ഞാൻ ഇതിൻ്റെ മുന്നേ ഉടുപ്പടിക്കുന്ന കറക്റ്റ് വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ട് ആ വീഡിയോ കാണാം. ഇത് ഞാനിപ്പോൾ 2 നൈറ്റിക്കും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം തുണി മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ താഴെ ഭാഗത്തേക്കും കൂടിയുള്ള തുണി കിട്ടിയിട്ടുണ്ട്. ഇത് എത്ര എന്നുള്ളത് അളവ് ഞാൻ പറഞ്ഞുതരാം കറക്റ്റ്. നൈറ്റി ആയതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ 21 ഞാൻ ലെങ്ത്ത് എടുക്കുന്നത്. അധികം ലെങ്ത്ത് വേണ്ട. നമ്മളെ വലിയ ആൾക്കാർ ഞാൻ മറ്റേ കട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, വലിയ ആൾക്കാരെ മാതിരി നല്ല ലെങ്ത്തിൽ വേണ്ട എന്നുള്ളത് 21 എടുത്തത്. അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ ഞാൻ എടുത്തത് 13. അതേപോലെ പ്ലേറ്റ് ഇട്ട് കൊടുക്കാനാണല്ലോ. അപ്പം അതുകൊണ്ട് ഈ ഒരു പീസാണ് അടിഭാഗത്തേക്ക് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ക്രോസ് പീസും കൂടെ കട്ട് ചെയ്ത്. ഓൾറെഡി ഞാൻ മറ്റേ നൈറ്റി കട്ട് ചെയ്തത് കഴുത്തുണ്ടല്ലോ, അതിന് മാത്രം നമുക്ക് ക്രോസ് പീസ് മതി. ഇതിന് ബെൽറ്റ് വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ക്രോസ് പീസിൻ്റെ ആവശ്യമില്ല. അതിന് വേണ്ടി ക്രോസ് പീസും കൂടെ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. ക്രോസ് പീസ് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ റൗണ്ട് അടിക്കുമ്പം എപ്പോഴും ക്രോസ് പീസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുക. അതിനുവേണ്ടി ഞാൻ 1.5 ഇഞ്ചിൽ ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു 2-3 പീസ് വേണം, അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നെക്കുള്ള നൈറ്റി ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇത് കട്ട് ചെയ്തത്. അതേപോലെ തന്നെ നമ്മൾ 2 നൈറ്റി കട്ട് ചെയ്തിട്ടുണ്ട്. കഴുത്ത് വെക്കുന്ന നൈറ്റിയും അതേപോലെ കഴുത്തില്ലാത്ത നൈറ്റിയും 2 നൈറ്റിയും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ വേറൊരു നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. 2 വീഡിയോ ഒരുമിച്ച് ചെയ്യുമ്പോൾ വീഡിയോ കുറേ ലെങ്ത് ആവും. അപ്പോൾ അത് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കട്ടിങ് വീഡിയോ വേറെ സ്റ്റിച്ചിങ് വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണം. കുഞ്ഞു കുട്ടികൾക്ക് ഉടുപ്പടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉടുപ്പായാലും നൈറ്റി ആയാലും സ്കേർട്ടും ടോപ്പായാലും എനിക്ക് അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതേപോലത്തെ മോഡലായിട്ട് വരുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഇതേപോലെ വരും. അപ്പം ഓക്കെ, ബൈ, താങ്ക് യു.